നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു പൊസിഷൻ വിലയിരുത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ H2-ലിരിക്കുന്ന കിങ്ങിനെ എത്രയും പെട്ടെന്ന് സെൻറ്ററിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ വൈറ്റിൻ്റെ B5-ലിരിക്കുന്ന പോൺ ഏത് നിമിഷം വേണമെങ്കിലും ബ്ലാക്കിന് വെട്ടിയെടുക്കുവാൻ സാധിക്കും. പക്ഷേ ബ്ലാക്കിൻ്റെ E4-ലിരിക്കുന്ന പോണും സുരക്ഷിതമല്ല. ഇപ്പോൾ നമുക്ക് ഒരു ഔട്ട്സൈഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ടെക്നിക്ക് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. വൈറ്റിൻ്റെ ക്യൂനും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനും നൈറ്റും എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കിങ് പോൺസ് എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഒരു കിങ് പോൺ എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് B5-ലിരിക്കുന്ന പോണിനെയും വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് E4-ലിരിക്കുന്ന പോണിനെയും വെട്ടിയെടുക്കുവാൻ സാധിക്കും. ക്യൂൻ ക്രോസ് D6, കിങ് ക്രോസ് D6, ബിഷപ്പ് ക്രോസ് D7, കിങ് ക്രോസ് D7. ഇപ്പോൾ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പീസുകൾ തമ്മിൽ ക്യാപ്ചർ ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുന്നതിന് മുൻപ് ക്യൂൻ ഉപയോഗിച്ച് ക്യൂവിനെ വെട്ടണം. കാരണം രണ്ടാമത്തെ നീക്കമായി ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് കെ ക്രോസ് D7 എന്ന നീക്കം നടത്തുവാൻ നിർബന്ധമാവുകയും ബ്ലാക്കിൻ്റെ കിങ് ഒരു റാങ്ക് കൂടെ പുറകിലോട്ട് നീക്കം നടത്തേണ്ടി വരികയും ചെയ്യുന്നു. അത് വൈറ്റിൻ്റെ പൊസിഷനിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ വൈറ്റിന് ഒരു ലൈറ്റ് പ്ലസ് പൊസിഷനാണ്. എന്താണ് ആ പ്ലസ് എന്ന് നോക്കാം. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് E5-ലിരിക്കുന്ന പോണിനെ വെട്ടുന്ന സമയത്ത് വൈറ്റിൻ്റെ കിങ് സെൻട്രൽ ഫയലിലും ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് B5-ലിരിക്കുന്ന പോണിനെ വെട്ടുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് ചെസ് ബോർഡിൻ്റെ ഒരു എഡ്ജ് സ്ക്വയറിലേക്കും നീക്കം നടത്തേണ്ടി വരുന്നു. കിങ് G3, കിങ് D6, കിങ് F4, കിങ് C5, കിങ് ക്രോസ് E4, കിങ് ക്രോസ് B5. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ചെസ് ബോർഡിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വൈറ്റിൻ്റെ E4-ലിരിക്കുന്ന കിങ് ഉപയോഗിച്ചുകൊണ്ട് H7, G6 എന്നീ സ്ക്വയറുകളിലിരിക്കുന്ന പോണുകളെ വെട്ടിയെടുക്കുവാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണുകളെ സംരക്ഷിക്കുന്നതിനോ വൈറ്റിൻ്റെ G2-വിലും H3-ലും ഇരിക്കുന്ന പോണുകളെ ആക്രമിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ്. കിങ് E5, കിങ് C4, കിങ് F6, കിങ് D4, കിങ് G7 വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് H7-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ പോണുകളെ ആക്രമിക്കണമെങ്കിൽ ഇനിയും 3 നീക്കങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. അപ്പോഴേക്കും ബ്ലാക്കിൻ്റെ പോണുകൾ നഷ്ടപ്പെടുകയും വൈറ്റിൻ്റെ പോണുകളെ വൈറ്റിന് നിഷ്പ്രയാസം സംരക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് അടുത്ത നീക്കങ്ങൾ നടത്താം. കിങ് E4, കിങ് ക്രോസ് H7. വൈറ്റ് H7-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുന്ന സമയത്ത് G6-ൽ ഇരിക്കുന്ന പോണിന് കൂടി ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. പോൺ G5, കിങ് G6, കിങ് F4, കിങ് H5, കിങ് F5, പോൺ G3, G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് F4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കിങ് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്ന സമയത്ത് G5-ലിരിക്കുന്ന പോണിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ G4 എന്ന ഒരു നീക്കം നടത്തുവാൻ സാധിക്കുകയോ ചെയ്യും. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയ ബ്ലാക്ക് G4 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ പോൺ സ്ട്രക്ചർ നശിപ്പിച്ചുകൊണ്ട് ഒരു ഡബിൾ പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. പോൺ H4. എന്നാൽ ഇത് മനസ്സിലാക്കിയ വൈറ്റ് H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ നല്ല കണക്റ്റഡ് പോണുകളും ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം നടത്തുന്ന സമയത്ത് G4-ലിരിക്കുന്ന പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും ചെയ്യും. കിങ് E6, കിങ് ക്രോസ് G4. ബ്ലാക്കിൻ്റെ എല്ലാ പോണുകളും നഷ്ടപ്പെടുകയും വൈറ്റിന് 2 പോണുകൾ നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു.
ഈ പൊസിഷനിൽ ബ്ലാക്ക് ഈ കളി റിസൈൻ ചെയ്യുന്നു. എന്നാൽ തുടർന്ന് വരുന്ന നീക്കങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കിങ് F6, പോൺ H5, കിങ് G7, കിങ് G5, കിങ് F7, പോൺ H6, കിങ് G8, കിങ് G6, കിങ് H8, പോൺ G4, കിങ് G8, പോൺ G5, കിങ് H8, കിങ് H5, കിങ് G8, പോൺ G6, കിങ് H8, കിങ് G5, കിങ് G8, H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിന് ഒരു ചെക്ക് നൽകുന്നു. കിങ് H8, കിങ് F5, കിങ് G7. ഇപ്പോൾ വളരെ രസകരമായൊരു പൊസിഷനാണ് ചെസ് ബോർഡിലുള്ളത്. ഈ ഒരു പൊസിഷൻ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാം കിങ് H8, G7 എന്നീ നീക്കങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഒരു ഡ്രോ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ കിങ് H8 എന്ന നീക്കം നടത്തുമ്പോൾ കിങ് F6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഈ പൊസിഷൻ വൈറ്റ് വളരെ രസകരമായ ഒരു ടാറ്റിക്സ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിഷ്പ്രയാസം വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. H8 സമം ക്യൂൻ പ്ലസ് കിങ് ക്രോസ് H8, കിങ് F6 എന്ന നീക്കം നടത്തുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ കിങ്ങിന് F8 എന്ന സ്ക്വയറിൽ എത്തിക്കുവാൻ സാധിക്കുകയായിരുന്നുവെങ്കിൽ ഈ കളിയിൽ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. ബ്ലാക്കിൻ്റെ കിങ്ങിന് F8 സ്ക്വയർ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഒരു സാധ്യത മങ്ങിക്കഴിഞ്ഞു. കിങ് G8 വൈറ്റിൻ്റെ പോണിനെ 7th റാങ്കിലേക്ക് ചെക്കില്ലാതെ ഒരു നീക്കം നടത്തുവാൻ സാധിക്കുന്നു. പോൺ G7, കിങ് H7, H8 സമം ക്യൂൻ പ്ലസ് കിങ് ക്രോസ് H8. വൈറ്റ് ഒരു പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ഒരു ക്യൂനിനെ വാഴിച്ചെടുക്കുകയും ആ ക്യൂനിനെ സാക്രിഫൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു വിന്നിംഗ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. കിങ് F6. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് F8 എന്ന സ്ക്വയറിൽ എത്തുവാൻ സാധിക്കുകയായിരുന്നുവെങ്കിൽ ഈ കളി ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുമായിരുന്നു. കിങ് G8, പോൺ G7, കിങ് H7, കിങ് F7, കിങ് H6, G8 സമം ക്യൂ, കിങ് H5, ക്യൂൻ G3, കിങ് H6, ക്യൂൻ H4 പ്ലസ് ചെക്ക്മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.